സെഖ്യാവ് 9-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പ്രവാചകം: യഹോവയുടെ അരുളപ്പാട് ഹദ്രാക്ക് ദേശത്തിന് വിരോധമായിരിക്കുന്നു. ദമേസ്ക് മേൽ അത് വരും. യഹോവ മനുഷ്യരിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി വെക്കുന്നു. അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനമേറിയ സോരിനും സീദോനും അങ്ങനെ തന്നെ. സോർ തനിക്കൊരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും വീതികളെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു. എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിട്ട് കളയും. അവൾ തീക്കിരയായി തീരുകയും ചെയ്യും. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അവിടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അസ്കലോൻ നിവാസികളില്ലാതെയാകും. അസോദിൽ ഒരു കൗലട ജാതി പാർക്കും. ഫെലിസ്ത്യരുടെ ഗർഭം ഞാൻ ഛേദിച്ചു കളയും. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിന് വിശേഷിപ്പായി തീരും. നാം യഹൂദയിൽ ഒരു മേധാവിയെ പോലെയും എക്രോൻ ഒരു എബൂസിനെ പോലെയും ആകും. ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയമിറക്കും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക. യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയും ഛേദിച്ചു കളയും. പടവില്ലും ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളം ആയിരിക്കും. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബന്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബന്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രൈമിനെ നിറച്ചുമിരിക്കുന്നു. സിയോനെ, ഞാൻ നിന്റെ പുത്രന്മാര് യവനദേശമേ, നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെയാക്കും. യഹോവ അവർക്ക് മീതെ പ്രത്യക്ഷനാകും. അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും. യഹോവയായ കർത്താവ് കാഹളമൂതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും. സൈന്യങ്ങളുടെ യഹോവ അവരെ പരിച കൊണ്ട് മറയ്ക്കും. അവർ മാംസം തിന്ന് കവിണക്കല്ല് ചവിട്ടിക്കളയുകയും രക്തം കുടിച്ച് വീഞ്ഞുകൊണ്ടെന്ന പോലെ ഘോഷിക്കുകയും യാഗകലശങ്ങൾ പോലെയും യാഗപീഠത്തിന്റെ കോണുകൾ പോലെ നിറഞ്ഞിരിക്കുകയും ചെയ്യും. അന്നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും. അവർ അവന്റെ ദേശത്തെ ഒരു കിരീടത്തിന്റെ രത്നം പോലെ പൊങ്ങി ശോഭിക്കും. അതിനെത്ര ശ്രീത്വവും അതിനെത്ര സൗന്ദര്യവുമുണ്ട്. ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും പുഷ്ടീകരിക്കുന്നു. തേമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാരിക്കുമോ.